ഇഡിയെ ആക്രമിച്ച ആ കേസ് വളരെ വലിയ തോതിൽ തന്നെ കാര്യങ്ങൾ ഗുരുതരമാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് നേതാക്കന്മാരെല്ലാം തന്നെയും ഒരിടത്തു മാറിയപ്പോഴത്തേക്കും അണികളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇഡിക്കെതിരെ നടത്തിയ ആ ഒരു പ്രതിഷേധം അവസാനം നേതാക്കന്മാർ ഒന്നിലുമില്ല, അണികളെല്ലാം തന്നെ പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു സാഹചര്യം. എട്ടിൻ്റെ പണിയാണിപ്പോൾ പ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് എത്തി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതായത് നിലവിൽ ഈ ഒരു കേസ്, അതായത് ഇപ്പോൾ ഇഡിയെ ആക്രമിച്ച തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എല്ലാ അർത്ഥത്തിലും ജാമ്യം പോലും കിട്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് ജീവപര്യന്തം അകത്ത് കിടക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് പോലും കർശന നടപടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണമെന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള തരത്തിലും, അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പിടിച്ച് അകത്തിട്ടവർക്കെല്ലാം തന്നെയും ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ ജീവപര്യന്തം അകത്ത് കിടക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതിനോടനുബന്ധിച്ച് തന്നെ നേരത്തെ ബംഗാളിലും ഈ ഒരു തരത്തിലുള്ള ഒരു നീക്കം തൃണമൂൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇഡിയെ ആക്രമിക്കുന്ന തരത്തിലോട്ട്. അത് 2024 ആ 2024 പിടിച്ച് അകത്തിട്ട ആ വ്യക്തി ഇപ്പോഴും ജയിലിനുള്ളിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് അതിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് 2 കൊല്ലമായി ജാമ്യം പോലും ഇല്ലാതെ അകത്ത് കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതേ സമാന്യമായ കാര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് പിടിച്ചകത്തിട്ടവർ അകത്ത് തന്നെ കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അമിത്ഷായുടെ ഭാഗത്ത് നിന്നും ആ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്ന തരത്തിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. നേതാക്കന്മാരുടെ വാക്കും കേട്ട് സ്വയം വിന വരുത്തി വെച്ച തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇഡിക്കെതിരെ തിരിഞ്ഞവർക്ക് 16ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും. ഇഡി അന്വേഷണം ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയും വളരെയധികം കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെ ഈ പറയുന്ന രീതിയിൽ പല നേതാക്കന്മാരിലും ഈ ഒരു കാര്യം എത്തുമെന്നുള്ളതും, ഈ പറയുന്ന തോതിൽ നിലവിൽ പിടിച്ചകത്തിട്ടിരിക്കുന്നവർക്ക് ജാമ്യം പോലും കിട്ടാത്ത തരത്തിലോട്ട് ഇനി അകത്ത് തന്നെ കിടക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.